തൃശൂരിലെ സംഗീത പ്രേമികൾക്കായി ഒരുങ്ങുന്ന അപൂർവമായൊരു സംഗീത സന്ധ്യ. കർണാടക സംഗീതവും സിനിമാ സംഗീതവും ബ്ലെൻഡ് ചെയ്തൊരു പെർഫോമൻസ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രാഗസല്ലാപം ഗാന സായുജ്യം അടുത്ത ശനിയാഴ്ച നടക്കാനായി പോവുകയാണ് സാഹിത്യ അക്കാദമിയിൽ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളുമായി ഇപ്പം എൻ്റെ കൂടെ ചേരുന്നു നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വിനോദ് കുറുപ്പത്ത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കുറുപ്പത്ത്. ഞാൻ നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റാണ്. പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു അർത്ഥം. രാഗസല്ലാപവും അത് രാഗം സല്ലപിക്കുന്നതും അതിനോടനുബന്ധിച്ചുള്ള ഗാനങ്ങളുടെ സായുജ്യം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് ഒരു മ്യൂസിക്കൽ കർണാട്ടിക് വേഴ്സസ് കൺവെൻഷണൽ സിനിമാ ഗാനങ്ങളുടെ ഒരു ഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ആ ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളിപ്രാവശ്യം ഒരു ചതുർ രാഗങ്ങൾ ആണ് ബേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, ഭൈരവി, നടഭൈരവി, ആനന്ദഭൈരവി, സിന്ധുഭൈരവി, ഈ 4 രാഗങ്ങളെ ആണ് ബേസ് ചെയ്യണത്. ഈ 4 രാഗങ്ങളെ സല്ലാപവും ആ രാഗങ്ങളിൽ വെച്ചിട്ടുള്ള ഗാനങ്ങളുടെ ആലാപനമാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും സ്റ്റാറായിട്ട് നമുക്കറിയാവുന്ന ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ശങ്കര നമ്പൂരി സാറാണ്, ക്ലാസിക്കലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗാനവിസ്താരം ഉണ്ടാവും. അതൊരു 7 to 8 മിനിറ്റ്സിൻ്റെ ഒരു രാഗത്തിൽ. അത് തുടങ്ങുന്ന ഭൈരവിയിലാണ്. അപ്പോൾ അതിനുശേഷം ആ ഭൈരവിയിൽ വരുന്ന ഒരു 4-5 സിനിമാ ഗാനങ്ങൾ വരും. അത് നയിക്കണത് ഞങ്ങളുടെ ഗുരുനാഥനും നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ MD സോമശേഖർ മാഷാണ്. അപ്പോൾ അദ്ദേഹം ആ നയിക്കണ ആ ഒരു ഗാന സായുജ്യം അതിലുണ്ടാവും. അപ്പോൾ മൊത്തം നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു 21 സിനിമാ ഗാനങ്ങളും 4 കർണാട്ടിക് വിസ്താരങ്ങളുമാണ്. ഈ 4 രാഗങ്ങൾ വെച്ചിട്ടുള്ള സിനിമാ പാട്ടുകളാണ്. അതെ, കൂടുതൽ. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ സിന്ധു ഭൈരവിയിലുള്ള ഗാനങ്ങളാണ് കൂടുതൽ. ഒരുപാട് പാട്ടുകളുണ്ട്, സിന്ധു ഭൈരവി, ആനന്ദ ഭൈരവി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിറയെ പാട്ടുകളുണ്ട്. അപ്പോൾ അതിൽ ഒരുവിധം എല്ലാം പറഞ്ഞ പോലെ ഒരുവിധം നല്ല ഗായകരുമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അത് കാരണം എല്ലാ ഗാനാസ്വാദകർക്കും നല്ലൊരു പുതിയൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ലവേഴ്സിന് ഒരുപാട് മ്യൂസിക് ലവേഴ്സുള്ള ഒരു സ്ഥലമാണ്. സാംസ്കാരികമായിട്ട് ഒരുപാട് പരിപാടികൾ ഇങ്ങനെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും അല്ലേ? അതൊരു സർക്കാസം വേണമെങ്കിൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ചിത്രാമ്മയുടെ വരെ എന്താ പറയുക, ശ്രുതിയും താളം പിടിക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂർക്കാരെന്നാണ് പൊതുവെയുള്ള ഒരു ഇത്. അപ്പോൾ അതിലിപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പരിപാടി തികച്ചും അതൊരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയായിരിക്കും ചെയ്യും. അതെല്ലാവരും ഒന്ന് കാണണം എന്നുള്ളത് തന്നെയാണ്, അത് ആസ്വദിക്കണം. അതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഇത് നടക്കുന്നത് സാഹിത്യ അക്കാദമി ഹാളിലാണ്. November 8th ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ശനിയാഴ്ച. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയൊരു പിറ്റേ ദിവസം മുടക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് നല്ലൊരു ഗാനസന്ധ്യ ആസ്വദിച്ച് പോകാമെന്നുള്ള ഒരു ഗ്യാരണ്ടിയുള്ളൊരു പ്രോഗ്രാം കൂടിയാണ് അത്. ഇതിൽ 4 മണിക്ക് തുടങ്ങുന്ന പരിപാടി നമ്മളൊരു 8 മണിയാകുമ്പോഴേക്കും നിർത്താനുള്ള ഒരു പ്രോഗ്രാമിലാണ്. പിന്നെ ഈ സംഗീത പരിപാടി ആയ കാരണം തന്നെ എല്ലാവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും. അപ്പോൾ എല്ലാവരും നേരത്തെ വരിക. ഈ പരിപാടി വൻ വിജയിക്കുക. ഈ പ്രോഗ്രാമിന് ഈ ക്ഷണം മാത്രമല്ല ഇതിനോട് ഉദ്ദേശിക്കണം. ഞങ്ങൾക്ക് ഒരു ബാത്റൂം സിംഗറെ വരെ നമുക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് പാടിക്കാന്നുള്ള നിലയ്ക്കുള്ള ഒരു തറോ ഗ്രൂമിങ് നടത്തി അതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ മാസ്റ്റർ തന്നെയാണ്, ശ്രീ MD സോമശേഖർ മാസ്റ്റർ. അതുകൂടാതെ തന്നെ ഓരോരുത്തർക്കും ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ, അവരുടെ തനതായിട്ടൊരു പാട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ ആ ഒരു സ്വപ്നം നമ്മൾ നാദബ്രഹ്മ ഫൗണ്ടേഷനിലൂടെ നമ്മൾ സഫലമാക്കി കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ട എഴുത്തുകാരും അവർക്ക് വേണ്ട മറ്റേ മ്യൂസിക് കമ്പോസേഴ്സിനും വെച്ചിട്ടുള്ളൊരു ഗാനം ഞങ്ങൾ അത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും നാദബ്രഹ്മത്തിനെ എല്ലാവർക്കും സമീപിക്കാവുന്നതാണ്. അപ്പം എന്തായാലും ഈ പ്രോഗ്രാം ഒരു വലിയ സക്സസ് ആവട്ടെ എന്ന് ഞാൻ സിൻസിയറായിട്ട് വിഷ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഞാനും അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഉറപ്പ് കൂടി പറയുകയാണ്. താങ്ക് യു സോ മച്ച്.